ഹലോ ഫ്രണ്ട്സ്, ടേസ്റ്റ് വിത്ത് മീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ LDC എക്സാം കഴിഞ്ഞു. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ അലങ്കോലമാണ് ഈ കാണുന്നത്. സോ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. തുണി ഒന്നും മടക്കി വെക്കാൻ ടൈം കിട്ടിയില്ല. എക്സാം ചൂടിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസം. കഴിഞ്ഞത് കഴിഞ്ഞില്ലേ, ഇനി വരുന്ന എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് വേണ്ടത്. പുതുതായി ഒന്നും കൂടി തുടങ്ങാൻ എന്തുകൊണ്ടും പുതിയൊരു അറ്റ്മോസ്ഫിയർ നല്ലതാണ്. ആംബിയൻസ് ഒക്കെ ഒന്ന് മാറ്റി നിങ്ങൾക്കും ഇതുപോലെ പഠിച്ചു തുടങ്ങാം കേട്ടോ. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? റീസ്റ്റാർട്ട്. ചില എക്സാമൊന്നും നമ്മൾ വിചാരിച്ച പോലെ നടന്നൊന്നും വരില്ല. അപ്പോൾ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? റീസ്റ്റാർട്ട്. നമ്മൾ ഒന്നീന്ന് തുടങ്ങണം. അതിന് എന്തുകൊണ്ടും റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് പുതുതായി എല്ലാം തുടങ്ങിയാൽ വളരെ നന്നായിരിക്കും. എക്സാം എനിക്ക് പാടൊന്നുമായിരുന്നില്ല, എങ്കിലും കട്ട് ഓഫ് കടക്കൊന്നു. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് എന്തിനാ? ഒരു എക്സാം കഴിഞ്ഞെന്ന് കരുതി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ലല്ലോ. ഇനിയും ഇതുപോലെ ഒരുപാട് എക്സാം വരും. ഡിസംബറിൽ 10th ലെവൽസിൽ കുറച്ച് എക്സാം വരുന്നുണ്ട്. അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ നമ്മൾ മടിച്ചിരിക്കാതെ വീണ്ടും എന്ത് ചെയ്യണം? റീസ്റ്റാർട്ട്. ഞാൻ തുണിയൊക്കെ മടക്കി വെച്ചു. ശേഷം ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണ് കേട്ടോ. ബെഡൊക്കെ നന്നായി വിരിച്ച് നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടാൽ തന്നെ റൂമിൻ്റെ മട്ടും മാതിരിയും ഒക്കെ ഒന്ന് മാറും. ജനലൊന്നും അധികം പൊടികളൊന്നും ഇല്ല. ഈ ഓണത്തിന് വൃത്തിയാക്കിയത് കൊണ്ട് അത്ര വലിയ പൊടികളൊന്നുമില്ല. എങ്കിലും ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ 100% കൊടുക്കണ്ടേ. സോ കംപ്ലീറ്റ് ഒന്ന് തുടച്ചു. നിങ്ങൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മെയിൻ പാർട്ട് എത്തി. സ്റ്റഡി ടേബിൾ. ഇതാണ് എൻ്റെ മെയിൻ ഫോക്കസ്. സ്റ്റഡി ടേബിൾ അലങ്കോലമാണെങ്കിൽ എനിക്കന്ന് പഠിക്കാനേ പറ്റാറില്ല. ഇതിപ്പോൾ കഴിഞ്ഞ LDCയിൽ ഞാൻ ഓരോന്നായിട്ട് വലിച്ചു വാരിയിട്ട് നോക്കിയത് കൊണ്ടാണ്. സോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വീണ്ടും ഒന്നിന്ന് തുടങ്ങാനാണ്. എൻ്റെ പെൻ ബോക്സൊക്കെ സെറ്റ് ചെയ്തു. അത്യാവശ്യം വേണ്ട കുറച്ച് പെൻസും ഹൈലൈറ്റേഴ്സും ഒക്കെ കരുതി. കലണ്ടർ സെപ്റ്റംബർ ആയിപ്പോഴും കിടക്കുന്നത്, അത് മാറ്റി ഒക്ടോബർ ആക്കി. എളുപ്പം എടുക്കേണ്ട കുറച്ച് റാങ്ക് ഫയൽസൊക്കെ ഈ ഒരു പെട്ടിയിലോട്ടാക്കി. ഇതെനിക്ക് എളുപ്പം എടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കിയത് കേട്ടോ. അല്ലാണ്ടിരുന്നാൽ പെട്ടെന്ന് പൊടിയടിക്കും. അതുകൊണ്ടാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച്. ഇതാകുമ്പോൾ അധികം പൊടിയടിക്കത്തില്ല. പിന്നെ നല്ലൊരു ആംബിയൻസ് ഇടാൻ വേണ്ടി ഒരു ചെടി വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരുപാട് ചെടി റൂമിൽ വെക്കാറുണ്ട് കേട്ടോ. ഒരു ഗ്രീൻ അറ്റ്മോസ്ഫിയറൊക്കെ കൊടുക്കുന്നത് പഠിക്കാൻ വളരെ ഒരു പോസിറ്റീവ് മൂഡ് തന്നെ നൽകും. ബാക്കി കുറച്ച് ബുക്സും കൂടിയൊക്കെ അടുക്കി വെച്ചു. ഒന്നേന്ന് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഒരു പുതിയ സെറ്റ് ബുക്കും വാങ്ങി. ഒരു 10 ബുക്സ് ഉണ്ട്. അതൊക്കെ ഞാൻ മേശപ്പുറത്ത് വെച്ചു. ഇവിടെ നിന്നെടുത്ത് അവിടെ ഇട്ടത് ഇനിയും വൃത്തിയാക്കാനുണ്ട്. ഇനി ഇവിടെ കുറച്ച് നേരം കൂടി വൃത്തിയാക്കാം. തൊഴിൽ വാർത്തയും PSC ബുള്ളറ്റിനും ഒക്കെ ഒരു സെറ്റ് ഇരിപ്പുണ്ട്. എന്തായാലും ഞാൻ ഇനി അത് നോക്കത്തില്ല. അതുകൊണ്ട് എല്ലാം എടുത്ത് കളയാമെന്ന് എഴുതി. ചിലപ്പോഴൊക്കെ ചിലതൊക്കെ ഇങ്ങനെ കളയേണ്ടി വരും. പണ്ട് ഞാൻ ചിലതൊന്നും ഇങ്ങനെ കളയാതെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞാൽ ഞാൻ അത് ഉപയോഗിക്കാറില്ല, ഇങ്ങനെ ഇരിക്കും. പക്ഷെ ചിലതൊക്കെ കളയേണ്ട സമയത്ത് കളയണം. നമുക്കൊരു വല്ലാത്തൊരു ഫീൽ കിട്ടും. ഐ ലൈക്ക് ദാറ്റ് എന്ന് കരുതി പഴയ എല്ലാം കളഞ്ഞിട്ടില്ല കേട്ടോ. അത്യാവശ്യം വേണ്ട കുറച്ച് ബുക്സും എനിക്ക് നോട്ടൊക്കെ എഴുതിയ കുറച്ച് ബുക്സ്, അതെല്ലാം ഞാൻ ഈ പെട്ടിയിലാക്കി ഇവിടെ വെച്ചു. പിന്നെ ഇതാ ഈ താഴെ മൊത്തം വൃത്തിയാക്കി. തൂത്ത് തീരുമ്പോൾ തന്നെ പകുതി വൃത്തിയായെന്ന് പറയാം. ഇനി ഞാൻ കരുതി സ്റ്റഡി ടേബിൾ കുറച്ച് ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം. അതായത് കംപ്ലീറ്റ് ലുക്കൊന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതി. ഒരു പുതുമ അത് കൊണ്ടുവരാൻ വേണ്ടി. എപ്പോഴും ഒരേ സ്ഥലത്തിരുന്ന് പഠിച്ചാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് സ്റ്റഡി ടേബിളിൻ്റെ പൊസിഷൻ ഞാനൊന്ന് ചെറുതായിട്ട് മാറ്റി. ഇതെനിക്ക് പണ്ടേ ഉള്ളൊരു ഭ്രാന്താണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ അങ്ങോട്ടും പൊസിഷൻ മാറ്റൽ. കുറച്ച് ചെടികളും കൂടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. മിന്നിച്ചേക്കണേ ഭഗവാനെ എന്ന് കരുതി വീണ്ടും കുറേ ചെടികൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരുന്നു.
ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പുറത്ത് വെച്ച് വെള്ളം നനയ്ക്കാം. ദേ ഇതും കൂടി ഇരിക്കട്ടെ. അങ്ങനെ ചെടികൾ സെറ്റായി. വായിക്കാനുള്ളൊരു പുസ്തകം കൂടി ഞാൻ ഇവിടെ വെച്ചു. ഇല്ലെങ്കിൽ ഞാൻ ഈ ബുക്ക് വായിക്കുന്ന ആരെയൊക്കെ മറന്നുപോകും. ചവിട്ടിയിരിക്കാൻ ഒരു മാറ്റ് ഇട്ടു, കസേരയും വെച്ചു. സെറ്റ്. അപ്പോൾ ഇനി നിങ്ങൾ പറ, എങ്ങനെയുണ്ട് എൻ്റെ പുതിയ മേക്ക് ഓവർ? എൻ്റെ എല്ലാ റൂമിൻ്റെ മേക്ക് ഓവർ. എസ്പെഷ്യലി സ്റ്റഡി ടേബിൾ ആയിരുന്നു എനിക്ക് വേണ്ടത്. നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ പുതിയതായിട്ട് ഒന്നിന്ന് ഇനിയും പഠിച്ചു തുടങ്ങണം. ഇനി ഒരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അത് ജയിക്കാനായിരിക്കുമെന്ന് കരുതി ഞാൻ തുടങ്ങാൻ പോവുകയാണ്. മടിച്ചിരിക്കുകയാണ് നിങ്ങളെങ്കിൽ എന്നോടൊപ്പം നിങ്ങളും തുടങ്ങുക. നമുക്ക് ഒരുമിച്ച് ഹാർഡ് വർക്കൊക്കെ ചെയ്ത് ലൈഫിൽ നല്ലൊരു സക്സസ് ഉണ്ടാക്കാം. ഇതുപോലുള്ള സെൽഫ് ഗ്രോത്ത്, അതുപോലെ സെൽഫ് ലവ് ടൈപ്പ് വീഡിയോസ്, ഇംപ്രൂവ്മെൻറ്റ് ലൈഫിൽ ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.